കുളിക്കുന്നതിന് മുൻപ് ഇതുപോലെ നിങ്ങളൊരു ഹെയർ സീറം ഉണ്ടാക്കിയിട്ട് തല ഒന്ന് കഴുകി നോക്കിക്കേ. വെറുതെ നമ്മൾ തല കഴുകി വിട്ടാൽ മതി. നമ്മുടെ തലമുടിക്കൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ മുടി കീർക്കാനായിട്ട് നല്ലതാണ്. മുടി കൊഴിച്ചിലും മാറും. നല്ല കറുപ്പോടുകൂടി മുടി ഉള്ളോടുകൂടി വളരും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമുക്കൊക്കെ ആണെങ്കിലും ഇതുപോലെ തേച്ച് കുളിക്കുവാണെങ്കിൽ മുടിക്ക് നല്ല ഉള്ളും കിട്ടും കറുപ്പും കിട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ തലേന്ന് ഇന്ന് നമ്മൾ കുതിർത്ത് വെക്കണം. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/2 സ്പൂണോളം വരുന്ന രീതിയിൽ ഉലുവാട്ടോ. ഈ ഉലുവയുടെ കൂട്ടത്തിൽ കരിഞ്ജീരകം ഒരു നുള്ളിട്ട് കൊടുക്കാം. കരിഞ്ജീരകം മുടിക്ക് നല്ല കറുപ്പും കിട്ടും തിളക്കവും കിട്ടും. പെട്ടെന്ന് മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ്. അകാലനര തടയും കേട്ടോ. അപ്പം ഇതുപോലെ ഒരു 1/2 സ്പൂൺ ഉലുവയും ഒരു നുള്ള് കരിഞ്ജീരകവും കൂടെ ഇട്ടിട്ട് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുക. പിറ്റേന്ന് രാവിലെ എടുക്കുക കേട്ടോ. പിറ്റേന്ന് രാവിലെ എടുക്കുമ്പോൾ ഇതുപോലെ നല്ല മഞ്ഞ കളറിലുള്ള വെള്ളമായിട്ട് ഊർന്നു വന്നിട്ടുണ്ടാവും. ഈ വെള്ളം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെറുതെ ചുമ്മാ വേണമെങ്കിൽ സ്കാൽപ്പിൽ കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ്. കഷണ്ടിയിൽ പോലും മുടി കിടക്കും. അത്രയ്ക്ക് നല്ലൊരു ഹെയർ സീറം കേട്ടോ അത്. അപ്പോൾ ഇങ്ങനെ നമുക്കതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ വെള്ളം നമുക്ക് ലാസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാനുള്ള വെള്ളമാണ് കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് കേട്ടോ. ഇത് വെറുതെ നമുക്ക് വേണമെങ്കിൽ സ്കാൽപ്പിൽ കൂടെ സ്പ്രേ ചെയ്യാൻ നല്ലതാണ്. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ ഏകദേശം 2 ആഴ്ചയൊക്കെ ഇരിക്കും കേട്ടോ. 2 ആഴ്ച 3 ആഴ്ച ഇരുന്നാലും ഇങ്ങനെ കേട് വരത്തില്ല കേട്ടോ. അപ്പം കേടാവാതിരിക്കാനായിട്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു കുതിർത്ത് വെച്ചേക്കുന്നത് ഒരു ഗ്ലാസ് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഉണ്ടാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉലുവയും കരിഞ്ജീരകവും കൂടുതൽ എടുക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ 2 ഗ്ലാസ് വെള്ളം കൊടുക്കാം കേട്ടോ. ഒരു ഗ്ലാസ് ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണോളം വരുന്ന രീതിയിൽ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രായം ചെല്ലുന്നതിനേ മുൻപേ തന്നെ തലമുടി നര തുടങ്ങിയേക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നര വരാതിരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. കൂടുതൽ നരയ്ക്കാതിരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. മുടി കൊഴിച്ചിൽ മാറും കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒരു 1/4 വെള്ളം വരുന്ന രീതിയിൽ സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള നല്ല രീതിയിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പം സവാള അരിഞ്ഞിട്ട് കൊടുക്കണം. പിന്നെ കൂടുതൽ കുറച്ച് കറിവേപ്പില, ഒരു 1-2 തണ്ട് കറിവേപ്പില കേട്ടോ. മുടിക്ക് നല്ല കറുപ്പും തിളക്കവും കിട്ടുവേ. ഇനി കറ്റാർവാഴ ഉള്ളവർക്ക് കറ്റാർവാഴ മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കറ്റാർവാഴ കിട്ടിയില്ലെങ്കിൽ കറ്റാർവാഴ ഇടണ്ട കേട്ടോ. ഇനി റോസ്മേരിയുടെ ലീഫ് നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ഈ പെട്ടെന്ന് മുടി ഇങ്ങനെ ഈ സ്കാൽപ്പൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ. ഈ പ്രായം ചെല്ലുന്നതിനേ മുൻപ് തന്നെ ഇങ്ങനെ കഷണ്ടി പോലെയൊക്കെ വരുന്ന ടീമുകൾ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലത്തെ ഹെയർ സീറം ഉണ്ടാക്കുന്നത് നല്ലതാണ്. അപ്പം റോസ്മേരിയുടെ ലീഫ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് തിളപ്പിക്കണം. ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് നന്നായിട്ട് അങ്ങനെ വെന്ത് കുറുകി വരുന്ന രീതിയിൽ തിളപ്പിച്ച് ആറിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞെടുക്കുക കേട്ടോ. ആ കറ്റാർവാഴയുടെയും അതുപോലെ തന്നെ സവാളയുടെയും ഉലുവയുടെ ഒക്കെ എല്ലാത്തിൻ്റെതും സത്ത് ഇളകിയിട്ട് നമുക്ക് ഇതുപോലെ അങ്ങനെ ഞെരടി പിഴിഞ്ഞ് ഇതുപോലെ അരിപ്പയിൽ അങ്ങോട്ട് അരിച്ചെടുത്തോളണം കേട്ടോ. എന്നിട്ടുണ്ടല്ലോ നമുക്ക് ഈ ഒരു വെള്ളം ഫ്രിഡ്ജിൽ ഒരുപാട് ദിവസത്തേക്ക് 1 മാസത്തോളമൊക്കെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ ഒരെണ്ണം പൊട്ടിച്ചെടുത്ത് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് സ്കാൽപ്പിൽ പുതിയ മുടികൾ കിളിർക്കാനായിട്ട് നല്ലതാണ്. മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ മാറുകയും ചെയ്യും. മുടി പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വളരാനായിട്ട് നല്ല ഉള്ളും കറുപ്പും ഒക്കെ കിട്ടാനായിട്ട് ഇതുപോലെ ഒരു വെള്ളം ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഇതിങ്ങനെ നിങ്ങൾ ഒരു ചെറിയ ഫില്ലറൊക്കെ ഉണ്ടെങ്കിൽ കുളിക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മളിപ്പോൾ നിങ്ങൾ എണ്ണ മിക്സ് ചെയ്യുവാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ തലയിൽ തേക്കുന്ന എണ്ണ ഉണ്ടെങ്കിൽ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ വേണമെങ്കിൽ കുളിക്കാൻ നേരത്ത് നമ്മൾ തലയിൽ വെറുതെ ഈ ഒരു വെള്ളം കുറച്ചെടുത്തിട്ട് നിങ്ങളൊരു കപ്പിലേക്ക് കുറച്ച് ഈ വെള്ളം എടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം കൂടി ചേർത്തിട്ട് വെറുതെ തല കഴുകി വിടാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. റോസ്മേരിയുടെ ലീഫ് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ നല്ല തലമുടിക്കൊക്കെ നല്ല മണവും കിട്ടും കേട്ടോ. അപ്പം ഇത് നല്ല രീതിയിൽ നമുക്ക് സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഹെയർ സീറം ആണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കുഞ്ഞു ടിപ്സിനും വീഡിയോസിനൊക്കെ ആയിട്ട് പേജ് ഫോളോ ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചിട്ട് പോകാൻ മറക്കില്ല കേട്ടോ. ബൈ.